بسم الله الرحمن الرحيم والذاريات ذروا فالحاملات وقرا فالجاريات يسرا فالمقسمات أمرا إنما توعدون لصادق وإن الدين لواقع والسماء ذات الحبك إنكم لفي قول مختلف يؤفك عنه من أفك. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1826 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 51-ാമത്തെ അധ്യായമായ സൂറത്ത് ദാരിയാത്തിലെ 1 മുതൽ 9 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذاريات ذروا فالحاملات وقرا فالجاريات يسرا فالمقسمات أمرا إنما توعدون لصادق وإن الدين لواقع والسماء ذات الحبك إنكم لفي قول مختلف يؤفك عنه من أفك. صدق الله العلي العظيم. സൂറത്തു ദാരിയാത്തിലെ ആദ്യത്തെ 9 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ സൂറത്തിന്റെ ആമുഖം എന്ന നിലക്ക് അല്ലെങ്കിൽ അതിനെ പരിചയപ്പെടുത്തുന്ന വിധത്തിൽ കഴിഞ്ഞ ദിവസം അതിന്റെ പേര് നൽകുന്ന സൂചന, അതിന്റെ അവതരണ പശ്ചാത്തലം, അതുപോലെ തന്നെ ഈ സൂറത്തിന്റെ മുഖ്യമായ ഉള്ളടക്കങ്ങൾ എന്തൊക്കെയാണ് എന്നത് നമ്മൾ വിശദമായിട്ട് പരിശോധിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് ഇതിന്റെ ആയാത്തുകളുടെ പഠനം നമ്മൾ ആരംഭിക്കുകയാണ്. 60 ആയത്തുകൾ അടങ്ങിയിട്ടുള്ള മക്കയിൽ അവതരിച്ച സൂറത്താണിത്. ചെറിയ ചെറിയ ആയത്തുകളാണ്, പക്ഷെ ആശയപരമായ വലിയ ആഴങ്ങൾ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് പ്രേരണയാവുന്ന വിധത്തിലുള്ള വളരെ തീക്ഷ്ണമായ അല്ലെങ്കിൽ വളരെ ഇന്റൻസീവായ മെറ്റഫോറിക്കൽ ആസ്പെക്ട്സ് ഉള്ള ഒരു ഭാഷാ ശൈലിയിലുള്ളൊരു സൂറത്താണ് സൂറത്തു ദാരിയാത്ത് എന്ന് കാണാൻ കഴിയും. വ്യാഖ്യാനത്തിന് ഒട്ടേറെ സാധ്യതകൾ നിലനിൽക്കുന്നു. അതേപോലെ തന്നെ മനുഷ്യന്റെ അന്വേഷണവും പ്രകൃതിയുമായി, പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരന്തരമായി അവൻ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന പുതിയ പുതിയ വസ്തുതകളും ഒക്കെ ഈ സൂറത്തിലെ പല പ്രയോഗങ്ങളുടെയും ആശയപരമായ സൂചനകളെ നമുക്ക് നിരന്തരം പുനർവായന നടത്താൻ പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിനെ നമ്മളെ നിർബന്ധിതരാക്കുന്ന ഒരു ശൈലിയിലാണ്, അല്ലെങ്കിൽ ഭാഷാപരമായ ഒരു പ്രത്യേകതയുള്ള ഒരു രീതിയാണ് ഈ സൂറത്തിന് എന്ന് കാണാൻ കഴിയും. പല ആയത്തുകൾക്കും അങ്ങനെയാണ് എന്നത് പറയാതിരിക്കാൻ വയ്യ. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ചില ആയത്തുകൾ മുഹക്കമാത്ത് ആയി നിശ്ചയിച്ച പോലെ വേറെ ചില ആയത്തുകൾ മുത്തശാബിഹത്തായിട്ടും നിശ്ചയിച്ചിട്ടുണ്ട്. ഈ മുത്തശാബിഹത്തായ ആയത്തുകൾക്ക് അർത്ഥസാധ്യത, അതിന്റെ വ്യാഖ്യാന സാധ്യത ഒക്കെ തന്നെ കാലം കൊണ്ട് നാഗരിക വളർച്ചയുടെ ഒരു മുന്നേറ്റത്തിന്റെ ഒക്കെ അളവനുസരിച്ച്, അതിന്റെ തോതൊക്കെ അനുസരിച്ച് പുതിയ പുതിയ പല സൂചനകളും വെളിപ്പെടാൻ സാധ്യതയുള്ളതാണ്. അങ്ങനെയുള്ള പുതിയ അർത്ഥസൂചനകൾ വെളിപ്പെട്ട്
വരാൻ സാധ്യതയുള്ള ധാരാളം കാര്യങ്ങൾ ഈ സൂറത്തിലുണ്ട് എന്നത് തുടക്കത്തിലൊന്ന് പറഞ്ഞു വെക്കുകയാണ്. ഈ സൂറത്തിൽ ആദ്യത്തെ 9 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഈ ആയത്തുകളുടെ ആശയം മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നമുക്ക് നടത്തി നോക്കാം. വസ്സാരിയാത്തി ദർവ ഫൽ ഹാമിലാത്തി വിഖ്റ ഫൽ ജാരിയാത്തി യുസ്ര ഫൽ മുഖസ്സിമാത്തി അംറ. 4 സംഗതികളെ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹു ഒരു ശപഥം ചെയ്തുകൊണ്ട് ഒരു കാര്യം വെളിപ്പെടുത്തുകയാണ് ഇവിടെ 5-ാമത്തെ ആയത്തിലായിട്ട്. ഇന്നമാ തുഅദൂന ലസ്വാദിഖ്. അതിനെ തുടർന്ന് 6-ാമത്തെ ആയത്തിലും വഇന്നദ്ദീന ലവാഖിഅ. അപ്പൊ 2 സുപ്രധാനമായ സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ 5-ാമത്തെയും 6-ാമത്തെയും ആയത്തുകളിലായിട്ട് അല്ലാഹു നടത്തുന്നുണ്ട്. ഈ 2 സ്റ്റേറ്റ്മെന്റ്സിന്റെയും പിൻബലമായിട്ട് 4 കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹു ശപഥം ചെയ്യുകയാണ്. ഈ ശപഥം ചെയ്തുകൊണ്ട് ഈ ഖസം എന്നാണ് അറബിയിൽ ഖുർആന്റെ പശ്ചാത്തലത്തിൽ അത്തരം ശപഥങ്ങൾക്ക് പറയാം. ഖസം. ഫലാ ഉഖ്സിമു ബി മവാഖിഇൻ നുജൂം എന്ന് ഒരു സൂറത്തുൽ വാഖിഅയിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഉഖ്സിമു എന്നുള്ളത് അതിന്റെ ക്രിയാരൂപമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഖസം എന്ന് പറഞ്ഞാൽ ശപഥം, അതിന്റെ വേറെ രൂപമാണ് ഉഖ്സിമു, ഞാൻ ശപഥം ചെയ്യുന്നു എന്ന ആശയമാണ് അതിന് ഉഖ്സിമു എന്ന് പറഞ്ഞാലുള്ളത്. അപ്പൊ ഇവിടെ അള്ളാഹു 4 ശപഥങ്ങളാണ്, 4 കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ശപഥം ചെയ്ത് ഒരു കാര്യം ഇവിടെ വെളിപ്പെടുത്തുകയാണ്. 2 ആയത്തുകളിലായിട്ട് തുടർന്നുള്ള 5-6 ആയത്തുകളിലായിട്ട് നടത്തപ്പെടുന്ന സ്റ്റേറ്റ്മെന്റ്സിനുള്ള ആധികാരികത നൽകുന്ന, അതിനുള്ള പിൻബലമായി വർത്തിക്കുന്ന വിധത്തിലുള്ള ശപഥങ്ങളാണ് ഈ ആദ്യത്തെ 4 ആയത്തുകളിലായിട്ടുള്ളത്. ഈ 4 സംഗതികളും ഒരേ പ്രതിഭാസത്തെ സൂചിപ്പിക്കുന്നതാണ് എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് 2 വ്യത്യസ്തമായ സംഗതികളെ കുറിച്ചാണ് എന്ന് പരാമർശിക്കുന്ന അല്ലെങ്കിൽ എന്ന് സൂചിപ്പിക്കുന്ന ആളുകളും ഉണ്ട് ഖുർആൻ വ്യാഖ്യാതാക്കളുടെ കൂട്ടത്തിൽ. പക്ഷെ പൗരാണികരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഈ സംഗതികളെ വിശദീകരിച്ചു വെച്ചത് എന്നേക്കും നമുക്ക് സ്വീകാര്യമാവുന്ന കാര്യമാണ് എന്ന് പറയാൻ വയ്യ. കാരണം അത് കാലം പിന്നിടുന്നതിലൂടെ മനുഷ്യരുടെ അന്വേഷണവും ഗവേഷണവും ഒക്കെ പുരോഗമിക്കുന്നതിന് അതിന്റെ ഫലമായിട്ട് പല വെളിപ്പെടുത്തലുകളും പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് ഈ മുഫസ്സിറുകളുടെ കാലശേഷം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോ ആ സംഗതികൾ കൂടി പരിഗണിച്ചുകൊണ്ട് വേണം ഈ ആയത്തുകളുടെ അർത്ഥസൂചനകൾ നമ്മൾ മനസ്സിലാക്കാൻ. വളരെ മുന്നേ എഴുതി വെച്ച ഒരു 50 വർഷം മുമ്പോ അല്ലെങ്കിൽ 100 വർഷങ്ങൾ മുമ്പോ പോലും എഴുതി വെച്ച തഫ്സീറുകളിലെ വിശദീകരണങ്ങൾ നമുക്കിതിന് അപര്യാപ്തമായിട്ട് മനസ്സിലാക്കാൻ നിർബന്ധിതരാവുകയാണ്. അപ്പോ ഞാൻ ഈ ആയത്തുകളെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു തലത്തിൽ നിന്നുകൊണ്ട് വിശദീകരിക്കാം. വസ്സാരിയാത്തി ദർവ. ഈ സൂറത്തിന്റെ പേര് അസ്സാരിയാത്ത് എന്നാണല്ലോ. അത് ഈ 1-ാമത്തെ ആയത്തിൽ നിന്ന് വരുന്നതാണ് ആ പേര്. അപ്പൊ അത് പൊടി പറത്തിക്കൊണ്ട് അടിച്ചു വീശുന്ന കാറ്റ് എന്ന അർത്ഥത്തിലാണ് ഈ പദം ഒരു പൊതു അംഗീകാരത്തോടുകൂടി തന്നെ മനസ്സിലാക്കപ്പെടുന്ന അങ്ങനെയാണ്. ഫസറുകൾ എല്ലാവരും തന്നെ ഇത് കാറ്റിനെ പരാമർശിച്ചുകൊണ്ടാണ് എന്നതിൽ യോജിപ്പുണ്ട്. അപ്പൊ ഇവിടെ വസ്സാരിയാത്തി ദർവ. ദർവ് എന്ന് പറഞ്ഞാൽ ഈ ദാരിയാത്തിന്റെ തന്നെ ആ പദത്തിന്റെ തന്നെ വേറെ രൂപമാണ്. അത് സ്കാറ്റർ ചെയ്യുക എന്നാണ് അതിന്റെ അർത്ഥം. സ്കാറ്റർ ചെയ്യുക, പരത്തി ചിതറിയിടുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പോ അങ്ങനെ പൊടി പറത്തിച്ചുകൊണ്ട്, പൊടി പാറിപ്പിച്ചുകൊണ്ട് അടിച്ചു വീശുന്ന കാറ്റാണ്
അദ്സാരിയാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. വദ്സാരിയാത്ത് സർവ, ശക്തമായ അടിച്ചു വീശുന്ന കാറ്റ്. ആ കാറ്റിന്റെ ഒരു പ്രത്യേകത അത് പൊടിപടലങ്ങൾ ഉയർത്തും എന്നതാണ്. പൊടിപടലങ്ങൾ ഉയർത്തുന്ന വിധത്തിൽ അടിച്ചു വീശുന്ന കാറ്റാണ് സത്യം എന്നാണ് ഇവിടെ അള്ളാഹു പറയുന്നതായിട്ട് എല്ലാവരും മനസ്സിലാക്കുന്നത്. അക്കാര്യത്തിൽ വലിയ പറയത്തക്ക വിയോജിപ്പൊന്നും കാണാൻ പറ്റിയിട്ടില്ല. വസാരിയാത്തി ദറുവ, പൊടിപടലങ്ങൾ ഉയർത്തിവിടുന്ന വിധത്തില് അടിച്ചു വീശുന്ന കാറ്റാണ്, അല്ലെങ്കിൽ കാറ്റുകളാണ് എന്ന് പറയാം. ഇത് ബഹുവചന രൂപത്തിലാണ്. അസാരിയത്തിന്റെ ബഹുവചനാണ് അസാരിയാത്ത് എന്നുള്ളത്. അപ്പൊ അങ്ങനെ അടിച്ചു വീശുന്ന, പൊടിപടലങ്ങൾ ഉയർത്തിക്കൊണ്ട് അടിച്ചു വീശുന്ന കാറ്റുകളാണ്. ഫൽ ഹാമിലാത്തി വിഖ്റ, രണ്ടാമത്തത് കാറ്റുകളെ തന്നെ വേറെ നിലക്കുള്ള വിവരണം നടത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലായി. ഹാമിലത്തുൻ എന്ന് പറഞ്ഞാൽ ചുമക്കുന്നവൾ എന്നാണ് അർത്ഥം, വഹിക്കുന്നവൾ എന്നൊക്കെ. ഇതൊരു ഭാരം ചുമന്ന് പോകുന്ന ഒരു സ്ത്രീ എന്ന ആശയപരമായ ഒരു തലമാണ് അതിനുള്ളത്. ഇവിടെ അത് കാറ്റിനെ തന്നെ പരാമർശിച്ചുകൊണ്ടാണ് പറയുന്നത്. ഫൽ ഹാമിലാത്തി വിഖ്റ, വിഖ്ർ എന്ന് പറഞ്ഞാല് ഹിംല്, ഭാരമാണ്. അപ്പോ ഭാരം, വളരെ വലിയ ഭാരം ചുമന്നുകൊണ്ട്, ഭാരം വഹിച്ചുകൊണ്ട് പോകുന്ന കാറ്റാണ് എന്നാണ് ഈ എക്സ്പ്രഷൻ നൽകുന്ന അർത്ഥം. എന്ന് പറഞ്ഞാൽ ഇത് വിശദീകരിക്കപ്പെടുന്നത് അതിന്റെ ഒരു സാധ്യത, സമുദ്രത്തിലെ വലിയ അളവില് ജലം ബാഷ്പീകരിച്ച് മേലോട്ട് ഉയരുകയാണ്. അത് കാറ്റാണ് അതിനെ മുകളിലോട്ട് ഉയർത്തുന്നത്. ബാഷ്പീകരിക്കപ്പെട്ട നീരാവി അടങ്ങിയ ജലത്തെ വാനിലേക്ക് ഉയർത്തുന്നത്, അത് വഹിച്ചുകൊണ്ട് പോകുന്നത് കാറ്റാണ്. പൊടിപടലങ്ങൾ ഉയർത്തി അടിച്ചു വീശുന്ന കാറ്റിനെ കുറിച്ച് ഇവിടെ പരാമർശിച്ചു ആദ്യം. അതിനുശേഷം വലിയ ഗാലൺ കണക്കിന് വലിയ ഭാരം ഉള്ള ഈ ബാഷ്പീകരിക്കപ്പെട്ട നീരാവിയായി മേലോട്ട് ഉയർന്ന ഇതിനെ, സമുദ്രത്തിൽ നിന്നുള്ള നീരാവി അല്ലെങ്കിൽ ബാഷ്പീകരിക്കപ്പെട്ട ജലത്തെ മേലോട്ട് ഉയർത്തിക്കൊണ്ടുപോകുന്ന കാറ്റ്, അതിനെ വഹിച്ചു കൊണ്ടുപോകുന്ന കാറ്റ്, കാറ്റല്ല കാറ്റുകൾ തന്നെ. അതാണ്, അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് അല്ലാഹു സത്യം ചെയ്യുന്നത്. ജലവാഹിനികളായ മേഘങ്ങളെ ഉയർത്തുന്ന കാറ്റുകളാണ് എന്ന് വിവർത്തനം ചെയ്യണമെങ്കിൽ. ഫൽ ഹാമിലാത്തി വിഖ്റ. ഇനി മൂന്നാമത്തെ ആയത്ത് ഫൽ ജാരിയാത്തി യുസ്ര. ജറ എന്ന് പറഞ്ഞാൽ നീങ്ങുക, ചലിക്കുക എന്നൊക്കെ. യുസ്ര എന്ന് പറഞ്ഞാൽ എളുപ്പത്തില്. അപ്പോ ഫൽ ജാരിയാത്തി യുസ്ര, എളുപ്പത്തില് സ്മൂത്ത് ആയിട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ കാറ്റിന്റെ സ്മൂത്ത് മൂവ്മെന്റ് സൂചിപ്പിക്കപ്പെടുകയാണ് ഇവിടെ. വളരെ എളുപ്പത്തില് സ്മൂത്തായി അങ്ങനെ ചലിക്കുന്ന, തെന്നി നീങ്ങുന്ന കാറ്റ് ആണ് എന്നാണ്, അല്ലെങ്കിൽ കാറ്റുകളാണ് എന്ന വിധത്തിലാണ് ശബ്ദം. ഇനി നാലാമത്തത് ഫൽ മുഖസ്സിമാത്തി അമ്ര, ആ മഹാകാര്യത്തിനെ വീതിച്ചു കൊടുക്കുന്ന കാറ്റുകളാണ് എന്നാണ് നാലാമത്തെ ആയത്തിൽ പറയുന്ന കാര്യം. മുഖസ്സിമാത്ത് എന്ന് പറഞ്ഞാൽ, മുഖസ്സിമത്ത് എന്ന് പറഞ്ഞാൽ വിഹിതം വെക്കുന്നവൾ എന്നാണ് അർത്ഥം. അതിന്റെ ബഹുവചനാണ് മുഖസ്സിമാത്ത്. മുഖസ്സിമാത്തി അമ്ര, ഫൽ മുഖസ്സിമാത്തി അമ്ര. അമ്ര എന്ന് പറഞ്ഞ കാര്യം, ഇവിടെ എന്തോ സുപ്രധാനമായ ഒരു സംഗതി വിഹിതം വെച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കാറ്റുകളാണ് എന്നാണ് പറയുന്നത്. അപ്പൊ മേഘങ്ങളെ വഹിച്ചുകൊണ്ട് പോകുന്ന കാറ്റ്, പൊടിപടലങ്ങൾ ഉയർത്തിക്കൊണ്ട് മേലോട്ട് ഉയരുന്ന കാറ്റ്, അത് മറ്റൊരു ഘട്ടത്തില് വലിയ ഭാരമുള്ള മേഘങ്ങളെ വഹിച്ചുകൊണ്ട് പോകുന്ന, ഈ ബാഷ്പീകരിക്കപ്പെട്ട ഈ ജലം കടലിൽ നിന്നും ജലാശയങ്ങളിൽ നിന്നൊക്കെ മേലോട്ട് ഉയരുന്നതിനെ വഹിച്ചുകൊണ്ട് പോകുന്ന, അതുപോലെ വളരെ സ്മൂത്ത് ആയിട്ട് മൂവ് ചെയ്യുന്ന, അതേപോലെ
വിഹിതം വെച്ച് പല അളവിലായിട്ട് വിതരണം ചെയ്യുന്ന കാറ്റുകൾ. അപ്പോ വാട്ടർ സൈക്കിൾ എന്നൊരു പ്രതിഭാസം നമുക്ക് പരിചയം ഉണ്ടാവും. അപ്പൊ ഈ വാട്ടർ സൈക്കിളിനെ പ്രവർത്തനക്ഷമമാക്കുന്നത് ജലം ബാഷ്പീകരിക്കപ്പെട്ട് മേലോട്ട് ഉയർന്ന് ആകാശത്തിൽ അത് മേഘങ്ങളായിട്ട് ഉരുണ്ടുകൂടി അത് വീണ്ടും മഴയായി വർഷിക്കുന്നത് ഒരു അതിവിസ്മയകരമായ പ്രക്രിയയാണ്. നമ്മൾ കടലിൽ നിന്ന് ജലം മേലോട്ട് അത് ആവിയായി മേലോട്ട് ഉയരുമ്പോ ആ നേരെ കടലിൽ മാത്രമല്ല പിന്നെ മഴ പെയ്യുന്നത്. അത് പലയിടത്തേക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടുകൊണ്ടാണ് കാറ്റ് അതിനെ കൊണ്ടുപോയി പലയിടത്തും മഴയായി വർഷിക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, വലിയ കിലോമീറ്ററുകൾ കണക്ക് തന്നെ നീണ്ടു പരന്ന് കിടക്കുന്ന വിശാലമായ കടൽപ്പരப்புന്ന് ജലം ആവിയായി മേലോട്ട് ഉയർന്ന ആകാശത്തിലെത്തിയിട്ട് പിന്നെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത് ഭൂഗോളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമായിട്ടാണ്. അതിന് നിർണിതമായ ഒരു അളവും കണക്കും ഒക്കെ അനുസരിച്ചാണ് അതിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. ഫൽമുഖസ്സിമാത്തി അംറ എന്ന് പറഞ്ഞത് അതിനൊരു സംവിധാനം ഉണ്ടായിരുന്നില്ലെങ്കിൽ, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഒരു നിർണിതമായ ഒരു പാറ്റേണോ രീതിയോ ഒന്നും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. കടലിൽ നിന്ന് മേലോട്ട് ഉയരുന്ന ഈ ബാഷ്പീകരിക്കപ്പെട്ട ജലം ആ നേരെ മുകളിൽ നിന്ന് വാനത്ത് നിന്ന് വീണ്ടും മഴയായി താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ കടലിൽ തന്നെയാണ് വീഴുക. ജലാശയങ്ങളുടെ നേരെ മുകളിലേക്ക് പോയി നേരെ താഴേക്ക് വരിക എന്നുള്ളതാണ് സംഭവിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ കരയിലൊന്നും വെള്ളം ലഭിക്കുന്ന വിധത്തില് മഴ വർഷിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. ജലാശയങ്ങളുടെ മുകളിലോട്ട് അത് ആവിയായി പോയി താഴേക്ക് വീണ്ടും മഴയായി വരുന്ന ഒരു പ്രക്രിയയാണ് ഉണ്ടാവുക. പക്ഷെ അങ്ങനെയല്ലല്ലോ ഉണ്ടാവുന്നത്. അതുപോലെ ഈ ആവിയായി മേലോട്ട് ഉയരുന്ന അത് മേഘങ്ങളായിട്ട് ഘനീഭവിച്ച് വലിയ പർവ്വതങ്ങളൊക്കെ പോലെ കനമുള്ള സംഗതികളായിട്ട് ആകാശത്തിൽ അങ്ങനെ തങ്ങി നിൽക്കുകയാണ്. അതൊന്നാകെ അങ്ങ് ഒരു സ്പോട്ടിലൊക്കെ വീഴുകയാണെങ്കിൽ ആ പ്രദേശം തന്നെ ഭൂമി ആണ്ടുപോവുകയോ തകർന്നു പോവുകയോ ഒക്കെ ചെയ്യും. കെട്ടിടങ്ങളൊക്കെ തകർന്ന് പൊട്ടിപ്പൊളിഞ്ഞ് നിലംപരിശായി പോകും. ഒന്നും ഭൂതലത്തിൽ നിർമ്മിക്കാനോ നിലനിർത്താനോ ഒന്നും കഴിയില്ല. അത്രയും ഭാരമായിരിക്കും അത്. അപ്പോ ഈ സമുദ്രത്തിലെ ഗാലൻ കണക്കിന് വരുന്ന ജലം ആവിയായി മേലോട്ട് ഉയർന്ന് ആകാശത്തില് ആരും പിടിച്ചു നിർത്താതെ അങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്. അത് ഒരു ബാലൻസിങ് ആണ് അവിടെ. താപനില നിയന്ത്രിച്ചുകൊണ്ടും മർദ്ദം നിയന്ത്രിച്ചുകൊണ്ടും ഒക്കെ ആകാശത്തിൽ അത് അങ്ങനെ തങ്ങി നിൽക്കുന്നു. എന്നിട്ട് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയാണ് പലയിടങ്ങളിലേക്കായിട്ട്. നിർണിതമായ അളവനുസരിച്ച് അത് മഴയായി പെയ്യുകയാണ്. ആ ഡിസ്ട്രിബ്യൂഷനൊന്നും ഒരു സംവിധാനവും കണക്കും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പൂർണ്ണമായിട്ട് മഴ പെയ്യുന്ന പ്രദേശങ്ങളൊക്കെ നശിച്ചു പോകും. അതൊന്നും മനുഷ്യവാസത്തിനോ അല്ലെങ്കിൽ ജീവജാലങ്ങൾക്കോ സസ്യലതാദികൾക്കോ ഒന്നും തന്നെ താമസിക്കാനോ ജീവിക്കാനോ പറ്റുന്ന ഇടമായി അത് അവശേഷിക്കുകയില്ല. തകർന്ന് നശിച്ച് നാമാവശേഷമായി പോകുന്ന ഒരവസ്ഥയുണ്ടാവും. അപ്പോ കാറ്റിന്റെ പ്രവർത്തനം ഈ വാട്ടർ സൈക്കിൾ പ്രക്രിയയിൽ എത്ര ക്രമീകരിക്കപ്പെട്ട വിധത്തിൽ, എത്ര ആസൂത്രിതമായി, എത്ര ശാസ്ത്രീയമായ നിലക്കാണ് നിർവഹിക്കപ്പെടുന്നത് എന്നതിലേക്കൊരു സൂചന നൽകുകയാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു എന്ന് കാണാൻ കഴിയും. വദ്ദാരിയാത്തി ദർവ, പൊടിപടലങ്ങൾ ഉയർത്തി അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റുകളാണ്. ഫൽഹാമിലാത്തി വിഖ്റ, ഭാരിച്ച മേഘങ്ങളെ കാർമേഘങ്ങളെ വഹിച്ചുകൊണ്ട് പോകുന്ന കാറ്റുകളാണ്. ഫൽ ജാരിയാത്തി യുസ്റ, വളരെ സ്മൂത്തായി തെന്നി നീങ്ങുന്ന കാറ്റുകളാണ്. ഇതൊക്കെ പല ഘട്ടങ്ങളില് കാറ്റ് പ്രവർത്തിക്കുന്ന ഒരു രീതിയെ പരാമർശിക്കുകയാണ്. പൊടിപടലങ്ങൾ ഉയർത്തുന്നത് കാറ്റിന്റെ ഒരു പ്രവർത്തനമാണ്. മേഘങ്ങളെ ചുമന്ന് വഹിച്ച് മേലോട്ട് ഉയരുന്നതും അത് ഉദ്ദേശിച്ച മേഖലയിലേക്ക് എത്തിക്കുന്നതൊക്കെ കാറ്റുകളാണ്. അതുപോലെ ഫൽ ജാരിയാത്തി യുസ്റ, വളരെ എളുപ്പം തോന്നിക്കുന്ന വിധത്തിൽ തെന്നി നീങ്ങുന്ന കാറ്റ്.
ഒരുപക്ഷെ മഴയായി പതിക്കുന്നതിന്, ഈ കാർമേഘങ്ങൾ മഴയായി ഭൂമിയിലേക്ക് പതിക്കുന്നതിന് വേണ്ടി ഉപകരിക്കുന്ന, അതിന് പ്രയോജനപ്പെടുന്ന കാറ്റായിരിക്കണം അത്. അതിന് സാധ്യതയുണ്ട്. അത് ഭാരം വഹിച്ചുകൊണ്ട് പോകുന്ന ഈ കാർമേഘങ്ങളെ വഹിക്കുന്ന കാറ്റ് അല്ല, കാറ്റാണെന്ന് സങ്കല്പിക്കാൻ വയ്യ. അത് ഒരുപക്ഷെ മേഘങ്ങൾ അങ്ങനെ വലിയ പർവ്വത സമാനമായ രൂപത്തിൽ ആകാശത്തിൽ ഉരുണ്ടുകൂടിയ ഘട്ടത്തില് അവയെ ഒന്ന് തെളിച്ചു കൂട്ടി ഒരുമിപ്പിച്ച് അവയെ മഴയായി വർഷിക്കാൻ പറ്റുന്ന വിധത്തില് അവയെ ഒരുമിപ്പിച്ചു കൂട്ടുന്ന കാറ്റായിരിക്കണം ഇവിടെ ഫൽ ജാരിയാത്തി യുസ്ര എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത്. അല്ലാഹു അഅലം. ഫൽ മുഖസ്സിമാത്തി അംറ എന്നിട്ട് പറയുന്നത് ഫൽ മുഖസ്സിമാത്തി അംറ. ഈ കാര്യങ്ങൾ, അമ്ര എന്ന് പറഞ്ഞ കാര്യം എന്നാണ്. ഇവിടെ ഈ മഹാകാര്യം എന്നൊക്കെ പറയാവുന്ന ഈ സംഗതി ഈ കാർമേഘമാണ്. ഈ കാർമേഘത്തിനെ മഴയായി അളവും കണക്കും ഒക്കെയുള്ള വിധത്തില് അവയെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കാറ്റുകളാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഈ 4 വിവരണങ്ങളിൽ ആദ്യത്തേത് വീണ്ടും ശ്രദ്ധ അർഹിക്കുന്ന ഒരു സംഗതിയാണ്. പൊടിപടലങ്ങൾ ഉയർത്തിക്കൊണ്ട് അടിച്ചു വീശുന്ന കാറ്റ് എന്ന് പറഞ്ഞാല് ഒരുപക്ഷെ താപനിലയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംഗതിയാണ്. അത് മഴക്ക് കാരണമാകുന്ന ഒരു പ്രതിഭാസം. നല്ല അതികഠിനമായ താപം അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ ചൂട് അനുഭവപ്പെടുന്ന നാളുകളില് ഈ പൊടിപടലങ്ങള് മേലോട്ട് അടിച്ചുയർത്തി കാറ്റ് അടിച്ചു വീശുമ്പോൾ അത് കഴിഞ്ഞ് അന്ന് രാത്രിയോ അല്ലെങ്കിൽ അടുത്ത സമയത്തൊക്കെ തന്നെ മഴ പെയ്യാനുള്ള സാധ്യത കൂടുതലുണ്ട്. നമുക്കത് അനുഭവമുള്ള ഒരു സംഗതിയാണ്. അതികഠിനമായ ചൂടുള്ള ഒരു ദിവസം, അതുപോലെ ഈ പൊടിപടലങ്ങൾ മേലോട്ട് അടിച്ചു വീശി ഉയർത്തപ്പെടുന്ന ഘട്ടത്തിലൊക്കെ പലപ്പോഴും അപ്രതീക്ഷിതമായിട്ട് തന്നെ മഴ ലഭിക്കുന്നത് കാണാം. അപ്പൊ ഇത് ഈ വാട്ടർ സൈക്കിളിന്റെ മഴ ലഭിക്കുന്ന പ്രക്രിയയിലേക്ക് നീങ്ങുന്ന പല ഘട്ടങ്ങളെ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം. കാറ്റുകൾ തന്നെയാണിത്. ഓരോ വ്യത്യസ്ത ധർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റുകൾ. എല്ലാ കാറ്റും ഒരേപോലെ അല്ലല്ലോ. അപ്പോ പൊടിപടലങ്ങളെ അടിച്ചുയർത്തി മേലോട്ട് കൊണ്ടുപോകുന്ന, അടിച്ചു വീശുന്ന കാറ്റ്, അതുപോലെ മേഘങ്ങളെ വഹിച്ചുകൊണ്ട് പോകുന്ന, കനമുള്ള മേഘങ്ങളെ ആ ഭാരം വഹിച്ചുകൊണ്ട് പോകുന്ന കാറ്റ്, അതുപോലെ വളരെ എളുപ്പം തോന്നിക്കുന്ന വിധത്തിൽ തെന്നി നീങ്ങുന്ന കാറ്റ്, പിന്നെ ഈ മേഘങ്ങളെ മഴയായി അളവനുസരിച്ച് പലയിടങ്ങളിലായി പെയ്തിറക്കുന്ന, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന, വിതരണം ചെയ്യുന്ന കാറ്റ്, അൽ മുഖസ്സിമാത്തി അംറ. അപ്പൊ ഇങ്ങനെ 4 പ്രകൃതത്തിലുള്ള കാറ്റുകളെ പരാമർശിച്ചുകൊണ്ട്, അവയെ സത്യം ചെയ്തുകൊണ്ട്, അവയെ മുൻനിർത്തി സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്ന ഒരു കാര്യം, ഇന്നമാ തുഅദൂന ലസാദിഖ്. നിങ്ങള് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള സംഗതി, നിങ്ങൾക്ക് ഒരു താക്കീതും ഭീഷണിയും ഒക്കെ ആയിട്ട് അറിയിക്കപ്പെട്ടിട്ടുള്ള കാര്യം, അത് സത്യമാണ് കേട്ടോ എന്നാണ്. ഈ പ്രപഞ്ചത്തിലെ വാട്ടർ സൈക്കിള് പഠനവിധേയമാക്കിയാൽ മാത്രം നമ്മൾ അത്ഭുതപ്പെട്ട് ആശ്ചര്യപ്പെട്ടിരുന്നു പോകും. അത്രയും ഗംഭീരമായ ആസൂത്രണമാണ് ഈ ജലം ബാഷ്പീകരിക്കപ്പെട്ട് മേലോട്ട് ഉയർന്ന് ഒരു നിശ്ചിത അളവും കണക്കും രീതിയും ഒക്കെ അനുസരിച്ച് അത് മഴയായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന പ്രക്രിയ. അതില് 4 വ്യത്യസ്ത തരം കാറ്റുകൾ പ്രവർത്തനക്ഷമമാകുന്ന കാര്യം അല്ലാഹു ചൂണ്ടിക്കാണിച്ചു. ഇത്രയും ഗംഭീരമായ ഒരു ആസൂത്രണം ഈ ഒരു കാര്യത്തിന് മാത്രമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന മാ തുഅദൂന ലസാദിഖ്. ഒരു സംശയവും വേണ്ട, നിങ്ങളോട് താക്കീതായി, മുന്നറിയിപ്പായി അറിയിക്കപ്പെട്ടിട്ടുള്ള, ഭീഷണിയായിട്ട് പോലും അറിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലോ, നിങ്ങളുടെ പുനരുത്ഥാനം. അത് തീർച്ചയാണ്, അത് സത്യമാണ്. പുനരുത്ഥാനം എന്നത് നമ്മൾ മനസ്സിലാക്കുകയാണ്. കാരണം അതാണ് മനുഷ്യന് അവിശ്വസനീയമായിട്ട് തോന്നുന്നത്. ബാക്കിയുള്ളത് അവന് അറിയാം. ഇപ്പോ മരണമുണ്ട് എന്നത് ഇങ്ങനെ പറയേണ്ട കാര്യമില്ല. കാരണം എല്ലാവരും മരിക്കുന്നത് നമ്മൾ
നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് മരണമുണ്ട് എന്നത് സത്യപ്പെടുത്തി ഇങ്ങനെ 4 കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് പറയേണ്ട ഒരു ആവശ്യമില്ല. നമ്മളത് സന്ദേഹിക്കുന്നില്ല. ജനിച്ചവരൊക്കെയും മരിക്കുന്നു എന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ അള്ളാഹു പ്രവാചകന്മാരും മുഖേന പഠിപ്പിക്കപ്പെട്ട സുപ്രധാനമായ കാര്യങ്ങളിൽ ഒന്ന് മരണശേഷം ഒരു പുനരുത്ഥാനമുണ്ട് എന്നതാണല്ലോ. അതാണ് മനുഷ്യന് ഉൾക്കൊള്ളാൻ സന്നദ്ധത കാണിക്കാതിരുന്ന പ്രാധാന്യമുള്ള ഒരു കാര്യം. അതിനെ പരാമർശിച്ചുകൊണ്ടാണ് അള്ളാഹുവിടെ പറയുന്നത്, ഇന്ന മാ തുഅദൂന, എന്താണോ നിങ്ങൾക്ക് താക്കീതായി, ഭീഷണിയായി, മുന്നറിയിപ്പായി അറിയിക്കപ്പെട്ടിട്ടുള്ളത്, ആ സംഗതി അത് ലസാദിഖുൻ, അത് സത്യമാണ്, അത് കൃത്യമായി നടപ്പിലാക്കപ്പെടുക തന്നെ ചെയ്യും. അതിനുള്ള തെളിവായിട്ട് ഈ 4 കാറ്റുകളെയും അവയുടെ പ്രവർത്തനങ്ങളെയും നിങ്ങൾക്ക് വിലയിരുത്തിയാൽ മതി കാര്യം ബോധ്യപ്പെടാൻ. ഇത്രയും ഗംഭീരമായി ഒരു സംവിധാനം, ഒരു ആസൂത്രണം ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ അള്ളാഹുവാണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങളൊക്കെയും തന്നെ മരണശേഷം പുനരുജ്ജീവിപ്പിക്കപ്പെടും, അള്ളാഹുവിന്റെ മുന്നിൽ വിചാരണക്കായിട്ട് ഹാജരാക്കപ്പെടുകയും ചെയ്യും എന്ന കാര്യം. ഈ കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ ഈ 4 വിധത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാറ്റുകളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു പറയുന്നത് ഇന്നമാ തുഅദൂന ലസാദിഖ് എന്ന്. എന്നിട്ട് തുടർന്ന് ഒരു കാര്യം കൂടി പറയുകയാണ്, വൈന്നദ്ദീന ലവാഖിഉൻ, നിശ്ചയമായിട്ടും പ്രതിഫലം നൽകപ്പെടുന്ന പ്രക്രിയ ഉണ്ടല്ലോ, അത് നടപ്പിലാക്കപ്പെടുക തന്നെ ചെയ്യും. വൈന്നദ്ദീന ലവാഖിഉ, വാഖിഉ എന്ന് പറഞ്ഞാല് സംഭവിക്കുന്നത് എന്നാണ് അർത്ഥം. വഖ എന്ന് പറഞ്ഞാൽ വെച്ചു, വീണു, സംഭവിച്ചു, ഹാപ്പൻഡ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു പ്രയോഗമാണ്. വൈന്നദ്ദീന നമുക്ക് യൗമുദ്ദീൻ എന്ന് പരിചയമുള്ളതാണ്. മാലിക് യൗമിദ്ദീൻ എന്ന് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ കാണുന്നു. പ്രതിഫല ദിനം എന്ന് പറഞ്ഞ നീതി നടപ്പിലാക്കപ്പെടുന്ന ദൈവിക വ്യവസ്ഥ, നീതിയുടെ അടിത്തറയിലുള്ള ആ വ്യവസ്ഥ നടപ്പിലാക്കപ്പെടുന്ന നാൾ. അതാണ് നമ്മൾ വേറൊരു ഭാഷയിൽ പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത്. ദീൻ എന്നത് ദൈവിക വ്യവസ്ഥയാണ്. ദൈവിക വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ നീതിയാണ്. നമ്മുടെ ഭൗതിക ലോകത്ത് നടപ്പിലാക്കപ്പെടാതെ പോകുന്ന സംഗതിയും ഈ നീതിയാണ്. നീതി നമുക്കൊരു സ്വപ്നമാണ്, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയാണ്, ഒരു കാത്തിരിപ്പാണ്, യാഥാർത്ഥ്യമല്ല. ഭൂമിയിൽ അപൂർവമായിട്ട് മാത്രമേ നീതി നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നുള്ളൂ. മനുഷ്യൻ എത്ര പ്രയത്നിച്ചാൽ പോലും പൂർണ്ണതയോടുകൂടി നിർവഹിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് നീതി. അത് പ്രയത്നിക്കുകയോ അതിനുവേണ്ടി ആഗ്രഹിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാലോ. അകാരണമായിട്ട് 10ഉം 20ഉം വർഷങ്ങളൊക്കെ തടവറയിൽ കിടക്കുന്ന വിചാരണ തടവുകാര് നമ്മുടെ രാജ്യത്ത് എത്ര പേരുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കും. നീതി ഈ സമൂഹത്തിൽ നടപ്പിലാക്കപ്പെടുന്നുണ്ടായിരുന്നെങ്കിൽ ഈ നിരപരാധികളായ മനുഷ്യര് ഇങ്ങനെ തുറുങ്കിലടക്കപ്പെടുകയും ദീർഘകാലം അങ്ങനെ തടവിൽ കഴിയേണ്ടി വരികയും ചെയ്യുമായിരുന്നു. അപ്പൊ ഒരിക്കലും അത് ഇവിടെ ഭൂമുഖത്ത് നീതി എന്നത് അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. വിശ്വാസികൾ ലക്ഷ്യമിടേണ്ടത് അതാണ്. പക്ഷെ ഇവിടെ പരിമിതമായ അർത്ഥത്തിൽ മാത്രമേ നീതി നടപ്പിലാക്കപ്പെടുന്നുള്ളൂ. അത് നടപ്പിലാക്കപ്പെടുന്നതിനായിട്ട് എല്ലാ കാര്യങ്ങളിലും കൃത്യമായ നീതി നിർവഹിക്കപ്പെടുന്നതിനായി അള്ളാഹു ഒരു നാൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനാണ് യൗമുദ്ദീൻ എന്ന് പറയുന്നത്. വൈന്നദ്ദീന ലവാഖിഉ, ആ നീതിയുടെ അടിസ്ഥാനത്തിൽ പ്രതിഫലം നൽകപ്പെടുന്ന നാള് തീർച്ചയായിട്ടും അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതിന് സാക്ഷ്യമായിട്ട് അള്ളാഹു ഈ 4 വിധത്തിൽ പ്രവർത്തിക്കുന്ന കാറ്റുകളെയാണ് ഇവിടെ ശപഥവാക്യങ്ങളായിട്ട് പരാമർശിക്കുന്നത്. ഈ വിധത്തിൽ കാറ്റുകൾ ആസൂത്രണം ചെയ്ത ഒരു റബ്ബ്, അങ്ങനെ ഒരു റബ്ബില്ലാതെ ഈ കാറ്റിന്റെ ആസൂത്രണം നടക്കുമെങ്കിൽ പിന്നെ നിങ്ങൾ നീതിയിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. പക്ഷെ അങ്ങനെ കാറ്റുകളെ പ്രവർത്തനക്ഷമമാക്കുന്നത് കൃത്യമായ ദൈവിക ആസൂത്രണത്തിന്റെ ഫലമായിട്ടാണ് എന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ ദൈവം നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ
ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, നീതി നടപ്പിലാക്കപ്പെടുന്ന ഒരു അവസരം സംജാതമാകും എന്ന കാര്യം അത് നിങ്ങൾക്ക് ദൃഢബോധ്യത്തോടു കൂടി ഉൾക്കൊള്ളാം. ഈ കാറ്റുകളെ ഈ വിധത്തിൽ ക്രമീകരിച്ച് ആസൂത്രണം ചെയ്ത് അവയുടെ പ്രവർത്തനങ്ങളെ നടപ്പിലാക്കിയിട്ടുള്ള റബ്ബ് സുബ്ഹാനഹു വ തആല, അത് ആ റബ്ബിനെ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു റബ്ബില്ലാതെ ഈ ആസൂത്രണം പ്രവർത്തനക്ഷമമാവുകയില്ല എന്ന കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളുക, ഇന്നമാ തുഅദൂന ലസാദിഖ്, നിശ്ചയമായിട്ടും നിങ്ങളോട് താക്കീതായി, മുന്നറിയിപ്പായി, ഭീഷണിയായിട്ടൊക്കെ അറിയിക്കപ്പെട്ടിട്ടുള്ള ആ കാര്യം തീർച്ചയായിട്ടും സത്യമാണ്. നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. അതുപോലെ ദീനിന്റെ നീതിയുടെ നടപ്പിലാക്കൽ അത് യാഥാർത്ഥ്യമായി പുലരുക തന്നെ ചെയ്യും. ഇതാണ് അള്ളാഹു കൂടെ പറയുന്ന കാര്യം. എന്നിട്ട് പറയുകയാണ് വസ്സമാഇ ദാത്തിൽ ഹുബുക്, പല അടരുകളോ അല്ലെങ്കിൽ പല പദങ്ങളോ പല തട്ടുകളോ ഒക്കെ ആയിട്ട് ഉള്ള ആകാശമാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു കാര്യം അള്ളാഹു പറയുകയാണ് വസ്സമാഇ ദാത്തിൽ ഹുബുക്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ സമാവാത്ത് എന്നുള്ള ബഹുവചനല്ല ഉപയോഗിച്ചിട്ടുള്ളത്, വസ്സമാ എന്നാണ്. വസ്സമാ എന്ന് പറഞ്ഞാൽ ഈ കീഴാകാശം എന്നാണ്. നമുക്ക് സമാ ഉദ്ദുന്യ, അതിനെ മസാബീഹ് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ പലയിടത്തും പറയുന്നുണ്ട്. വിളക്കുകളെ കൊണ്ട്, ദീപങ്ങളെ കൊണ്ട് അവൻ ഈ കീഴാകാശത്തെ സമാ ഉദ്ദുന്യയെ അലങ്കരിച്ചിരിക്കുന്നു, ജീനത്തുള്ളതാക്കിയിരിക്കുന്നു എന്നൊക്കെ പറയുന്ന കാണാം. ഇവിടെ അതേ പദം തന്നെയാണ്, സമാ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്, സമാവാത്തല്ല. അതുകൊണ്ട് നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഈ ആകാശലോകം, ഈ വാനലോകം, നമ്മുടെ ദൃഷ്ടിക്ക് അതീതമായ പല വാനങ്ങളും ഉണ്ട് എന്നത് ഖുർആൻ പറയുന്നുണ്ട്. ഇത് നമുക്ക് ദൃഷ്ടിഗോചരമായ ഈ കീഴാകാശത്തെ സമാ ദുന്യയെ പരാമർശിച്ചുകൊണ്ട് പറയുകയാണ്, അത് ദാത്തുൽ ഹുബുക്കാണ്. വസ്സമാഇ ദാത്തിൽ ഹുബുക്ക്, ദാത്തിൽ ഹുബുക്കായ ആകാശമാണ് സത്യം എന്ന്. എന്താണ് ഹുബുക്ക് എന്നത് നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പൗരാണികരായ മുഫസ്സിറുകൾ ആകാശത്തിനെ അലങ്കരിച്ചിരിക്കുന്ന നക്ഷത്രങ്ങള് അതുപോലെയുള്ള സംഗതികൾ ഒക്കെ ആയിട്ട് ഈ ആകാശത്തെ, ഈ ഹുബുക്കിനെ വിശദീകരിക്കുന്നത് കാണാം. ഭാഷാപരമായി ഹുബുക്ക് എന്നതിന് അങ്ങനെ ആകാശത്തിന് സീനത്തുള്ളതാക്കിയ ആ പ്രതിഭാസങ്ങളെ അല്ല സൂചിപ്പിക്കുന്നത്. പാത്ത് വേസ് എന്ന് ഇംഗ്ലീഷിൽ പറയാവുന്ന, സഞ്ചാരപഥങ്ങൾ എന്ന വിധത്തിൽ പറയാവുന്ന ഒരു കാര്യമായിട്ടാണ് ഹുബുക്ക് മനസ്സിലാക്കപ്പെടുന്നത്. പല ഉയരങ്ങളിലും പല തട്ടുകളിലുമായിട്ടുള്ള സഞ്ചാരപഥങ്ങളെ ആകാശത്തിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്നത് വളരെ വിസ്മയകരമായ ഒരു കാര്യമാണ്. ഭൂമിയെ അവൻ സലക്കലക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയെ പരാമർശിച്ചുകൊണ്ട് അവിടെ സുബുല, ധാരാളം വഴികള് ഭൂമിയുടെ പ്രതലത്തിലൂടെ മനുഷ്യന് സഞ്ചരിച്ച് നീങ്ങാൻ പറ്റുന്ന വിധത്തിലുള്ള വഴികൾ അവൻ ഒരുക്കിയിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. മനുഷ്യര് വലിയ ഇന്റർനാഷണൽ ഹൈവേസ് ഒക്കെ നിർമ്മിക്കുന്നതിന്റെ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് ഖുർആൻ ഇത് പറയുന്നത്. ഖുർആൻ അവതരിക്കുന്ന കാലത്ത് ലോകത്ത് അപൂർവമായിട്ട് ചില അന്തർദേശീയ പാതകളാണുള്ളത്. പക്ഷെ അന്തർദേശീയ പാതകൾ ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രകൃതി പ്രതിഭാസങ്ങള് ഭൂമിയുടെ ഉപരിതലത്തിലുണ്ടായിരുന്നു. ആ ഉപരിതലത്തിലെ പ്രകൃതി പ്രതിഭാസങ്ങളെ, പർവ്വതങ്ങളും മലകളും അതുപോലെ കടൽ തീരങ്ങളും ഒക്കെ ആയിട്ടുള്ള ഈ പ്രതിഭാസങ്ങളെ നമ്മൾ സർവേ ചെയ്ത് ഏറ്റവും സഞ്ചാരത്തിന് അനുയോജ്യമായ റൂട്ട് ഏതാണ് എന്നത് കണ്ടെത്തിയിട്ടാണ് ഈ ദേശീയ പാതകളും സംസ്ഥാനതല പാതകളും അന്തർദേശീയ പാതകളൊക്കെ മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ളത്. ഇത് ഭൂമിയുടെ ഉപരിതലത്തില് ഉണ്ടായിരുന്ന ഒരു സാധ്യതയെ കണ്ടെത്തി പ്രയോജനപ്പെടുത്തിയതാണ്. നമ്മള് മൈസൂരിൽ നിന്ന് നമ്മുടെ വയനാടിന്റെ ചുരമിറങ്ങി കോഴിക്കോടൻ കടൽ തീരത്തേക്ക് എത്തി, അവിടുന്ന് ഇരുവശങ്ങളിലേക്കായിട്ട് തീരദേശ പാത
രൂപപ്പെടുത്തിയ ടിപ്പു സുൽത്താന്റെ ആ സർവേ പദ്ധതികൾ, റോഡ് നിർമ്മാണ പദ്ധതിയുടെ പഴയ കാലത്തെ സംഭവങ്ങളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ നിലവിലെ ഭൂമിയുടെ ഉപരിതലത്തിൽ ഉണ്ടായിരുന്ന സഞ്ചാരപാതകളായി ഉപയോഗിക്കപ്പെടാവുന്ന സാധ്യതകളെ ആ ഭൂപ്രദേശങ്ങളുടെ സ്വഭാവം അറിയുന്ന ആളുകള് പഠനം നടത്തി കണ്ടെത്തിയ വഴികളാണത്. അത് റോഡ് നിർമ്മാണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ തന്നെ നമ്മള് ടാറ് വീപ്പയും അതുപോലെ മെറ്റലും ഒക്കെ ആയിട്ട് അങ്ങ് പുറപ്പെട്ടു വന്ന് അങ്ങ് റോഡാക്കിയതല്ല. അതിന്റെ മുമ്പ് വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഭൂമിയുടെ ഉപരിതലത്തെ കുറിച്ചുള്ള പഠനങ്ങള് സർവേ നടത്തി നിർവഹിച്ചത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് റോഡുകൾ ഉണ്ടാക്കുന്നത്. ഇപ്പോഴും അങ്ങനെയാണ്. പഴയ കാലത്തും അതിന് നമ്മൾ ഇപ്പോഴത്തെ ഫയലിംഗ് രീതിയൊന്നും ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. പക്ഷെ സംഭവമൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് റോഡുകൾ ഉണ്ടാക്കിയിരുന്നത്. അപ്പം ഭൂമിയുടെ ഉപരിതലത്തിൽ അങ്ങനെയുള്ള പാത്വേസിന്റെ സാധ്യത ഉണ്ടായിരുന്നതിനെ കണ്ടെത്തി വഴികളാക്കി റോഡുകളാക്കി മാറ്റുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. മനുഷ്യരുടെ നാഗരിക വളർച്ചയുടെ പല തലങ്ങളും ഘട്ടങ്ങളും ഒക്കെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണിത്. അപ്പോ ഇതേപോലെയുള്ള സഞ്ചാരപഥങ്ങൾ ആകാശത്തിലുണ്ട് എന്നാണ് അല്ലാഹു പറയുന്നത്. ഇന്ന് എയർ ട്രാഫിക് കൺട്രോൾ സംവിധാനം വളരെ വലിയ തോതിൽ വളരെ ശാസ്ത്രീയമായി വികസിപ്പിച്ചെടുത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ വിമാനങ്ങൾക്ക് സഞ്ചരിക്കാവുന്ന കൃത്യമായ പാതകള് ആകാശത്ത് അവർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആകാശത്തിൽ അടയാളമൊന്നും ഇട്ടിട്ടുണ്ടാവില്ല. പക്ഷെ GPS സംവിധാനം അതുപോലെയുള്ള സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആകാശത്തിലൂടെയുള്ള സഞ്ചാരപാതകള് നിശ്ചയിച്ചുകൊണ്ടാണ് വിമാന സർവീസ് നടത്തുന്നത്. മേലോട്ടങ്ങ് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ ഓരോ ജംഗ്ഷനിലുള്ള കടകളും അതിന്റെ ബോർഡും നോക്കിയിട്ടൊന്നും വിമാനം ഓടിക്കാൻ കഴിയില്ലല്ലോ. കാറ് നമ്മള് ഭൂതലത്തിലൂടെ ഓടിച്ചു പോകുമ്പോൾ നമുക്ക് റോഡിലുള്ള അടയാളങ്ങളൊക്കെ കാണാൻ കഴിയും. മേലോട്ടങ്ങ് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്റെ നേത്രങ്ങളെ കൊണ്ട് ഈ അടയാളങ്ങളൊന്നും കാണാൻ കഴിയില്ല. അപ്പൊ പിന്നെ ആകാശത്തില് അതിന് കൃത്യമായ ശാസ്ത്രീയമായ കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിലുള്ള എയർ ട്രാഫിക് കൺട്രോൾ റൂട്ടുകള് നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൂടെയാണ് വിമാനങ്ങൾ ഓടുന്നത്. ഒരല്പം തെന്നിപ്പോയാൽ തന്നെ, റൂട്ട് മാറിപ്പോയാൽ തന്നെ വലിയ അപകടങ്ങൾ ഉണ്ടാകും. വിമാനങ്ങൾ കൂട്ടിയിടിച്ച് തകർന്നു പോകും. അപ്പോ ഇതിന് പല ഉയരങ്ങള് പ്രയോജനപ്പെടുത്തപ്പെടുന്നുണ്ട്, പല റൂട്ടുകൾ പ്രയോജനപ്പെടുത്തപ്പെടുന്നുണ്ട്. അപ്പോ ധാരാളം വിമാനങ്ങൾ ഒരേ സമയത്ത് ഫ്ലൈ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ചെറിയ മെഷറില് അതിന്റെ സഞ്ചാരപഥങ്ങളെ വ്യതിയാനപ്പെടുത്തി കൊടുത്താൽ മതി. എന്നാൽ കൂട്ടിയിടിക്കാതെ കൃത്യമായിട്ട് പോകും. അപ്പൊ അങ്ങനെ പോകാൻ പറ്റുന്ന വിധത്തിൽ എയർ ട്രാഫിക് സൗകര്യപ്പെടുന്ന വിധത്തിൽ ആകാശത്തില് സഞ്ചാരപഥങ്ങള് മനുഷ്യര് രൂപപ്പെടുത്തിയിട്ടുണ്ട്. സഞ്ചാരപഥങ്ങൾ അടയാളപ്പെടുത്തുക നമ്മളുടെ സാങ്കേതിക വിദ്യകളും മെഷീനറിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. പക്ഷെ അള്ളാഹുവിടെ പറയുന്നത് വസ്സമാ ഇദാത്തിൽ ഹുബുക്ക് എന്നാണ്. സഞ്ചാരപഥങ്ങളുള്ള അടരുകളുള്ള ആകാശം എന്ന്. അപ്പൊ ഇത് ഉപരിലോകത്തെ ആകാശങ്ങളെ കുറിച്ചല്ല, സമാ ഉദ്ദുനിയയെ കുറിച്ചാണ് പറയുന്നത്. മനുഷ്യന് സഞ്ചരിക്കുന്ന ഒരു മേഖലയിലുള്ള ആകാശത്തെ കുറിച്ച് പറയുന്നത് വസ്സമാ ഇദാത്തിൽ ഹുബുക്ക്. ധാരാളം സഞ്ചാരപഥങ്ങളുള്ള പാത്വേസ് ഉള്ള സഞ്ചാരപാതകളുള്ള ആകാശം എന്ന്. ഇവിടെ വിമാനങ്ങൾ സഞ്ചരിക്കുന്നതിനെ കുറിച്ച് ആവാൻ സാധ്യത ഇല്ലല്ലോ ഈ പറയുന്നത്. വിമാനങ്ങൾ അത്തരം സാധ്യതകളെ പിന്നീട് പ്രയോജനപ്പെടുത്തുന്നു എന്നത് ശരിയാണ്. പക്ഷെ നേരത്തെ തന്നെ ആകാശത്തില് സഞ്ചാരപഥങ്ങളുണ്ട്. അത് പ്രയോജനപ്പെടുത്തിയിരുന്നത് കാറ്റുകളാണ്. നേരത്തെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാറ്റുകൾക്ക് പ്രത്യേക ദിശകളുണ്ട്, സഞ്ചാരപഥങ്ങളുണ്ട്. അത് മർദ്ദം, താപം പോലെയുള്ള പ്രതിഭാസങ്ങൾ കൊണ്ട് ക്രമീകരിക്കപ്പെട്ടതാണ് ആകാശത്തിലെ ഈ സഞ്ചാരപഥങ്ങൾ. അത് വളരെ വിചിത്രവും അത്ഭുതകരവുമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന ആകാശത്തെ ക്രമീകരണമാണത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കൂട്ടരെ, ഈ ക്രമീകരണം അങ്ങ് താനെ ഉണ്ടായതാണ്, അതിന്റെ പുറകിൽ ഒരു ആസൂത്രണവും ഇല്ല എന്ന്? എങ്കിൽ നിങ്ങൾ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കേണ്ട, അതുപോലെ വിചാരണയിലും വിശ്വസിക്കേണ്ട.
പക്ഷെ ഇത് കൃത്യമായ ആസൂത്രണ ഫലമായിട്ടാണ് ആകാശത്തില് വിഹായിസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ തുറന്ന പ്രവിശാലമായ ലോകം എന്നത് അവിടെ എന്ത് ഏതിലൂടെ എങ്ങനെയെന്നുള്ളത് എവിടെയാണ് ഒരു അടയാളം ഇടുക? അടയാളം ഇടാൻ ഒരു സംവിധാനം അവിടെ ഇല്ല, ഒരു ബോർഡ് എഴുതി വെക്കാൻ ഒരു സംവിധാനം ഇല്ല. അങ്ങനെയുള്ള വിശാലമായ ആകാശപ്പരപ്പില് അള്ളാഹു സഞ്ചാര പദങ്ങളെ നിർണയിച്ചിട്ടുണ്ട് എന്നതാണ് ഇവിടെ വളരെ വിചിത്രവും അത്ഭുതകരവുമാണത്. ബുക്ക് ഇന്നക്കും ലഫി ഖൗലി മുഖ്തലിഫ്. എന്നിട്ട് അള്ളാഹു പറയാണ്, നിങ്ങൾ ഉണ്ടല്ലോ ങ്ങളിലാണ്, അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നതയിലാണ്. ഏത് കാര്യത്തിലാണ്? ഉയർത്തെഴുന്നേൽപ്പിന്റെ കാര്യത്തില്, അതുപോലെ വിചാരണയുടെ കാര്യത്തിലൊക്കെ നിങ്ങൾ അഭിപ്രായ ഭിന്നതയിലാണ്, ഒരേ അഭിപ്രായക്കാരല്ല. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, യുഫഖു തെറ്റിക്കപ്പെടുന്നു, അൻഹു സത്യത്തിൽ നിന്ന്, യാഥാർത്ഥ്യത്തിൽ നിന്ന്, മനുഫിക് ആരാണോ തെറ്റിക്കപ്പെടുന്നത് അവൻ യാഥാർത്ഥ്യത്തിൽ നിന്ന് തെറ്റിക്കപ്പെടുകയാണ്. നിങ്ങൾ ഈ തർക്കത്തിൽ ഏർപ്പെടുന്നതൊന്നും നിങ്ങളെ യാഥാർത്ഥ്യത്തിലല്ല എത്തിക്കുന്നത്, സത്യത്തിലല്ല എത്തിക്കുന്നത്. മരണശേഷം മനുഷ്യന്റെ സാധ്യത എന്ത് എന്ന വിഷയത്തില് വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ആളുകൾ കൊണ്ട് നടക്കുന്നത്. അതിലേതെങ്കിലും യാഥാർത്ഥ്യവുമായി വല്ല ബന്ധമുണ്ടോ? ഏതെങ്കിലും വല്ല കൃത്യതയോടും അതുപോലെ അടിത്തറയുള്ള വിധത്തിലും ഉള്ളതാണ്? ഒന്നുമല്ല. അള്ളാഹു മനുഷ്യനോടായി നേരത്തെ അറിയിച്ചിട്ടുള്ള താക്കീതായി, മുന്നറിയിപ്പായി അറിയിച്ചിട്ടുള്ള കാര്യമല്ലാതെ മരണശേഷം എന്ത് എന്ന കാര്യത്തിൽ മനുഷ്യൻ സങ്കല്പിച്ചുണ്ടാക്കിയ ആശയങ്ങളൊക്കെ തന്നെ അബദ്ധങ്ങളാണ്. അതാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്ന കാര്യം. മരണാനന്തരം കർമ്മഫലമായിട്ട് പുനർജന്മം ഉണ്ട് എന്ന് പറയുന്നവര്, വിചാരണ ഉണ്ടെങ്കിലും അതിനെ മറികടക്കാനുള്ള പല എളുപ്പവഴികളും ഉണ്ട് എന്ന് കരുതുന്നവര്, അങ്ങനെ മരണശേഷം യാതൊന്നുമില്ല, മരണത്തോടെ എല്ലാം തീർന്നു എന്ന് പറയുന്നവർ, ഇവരൊന്നും അറിവിന്റെ അടിസ്ഥാനത്തിലല്ല പറയുന്നത്. ഇവർക്കൊന്നും അതിനെക്കുറിച്ച് ഒരു അറിവുമില്ല, കേവലമായ ഊഹവും അനുമാനവും വെച്ചുകൊണ്ട് പറയുന്ന കാര്യമാണ്. അള്ളാഹു ഇവിടെ അതിലേക്ക് സൂചന നൽകിക്കൊണ്ട് പറയുന്നു, ഇന്നക്കും ലഫി ഖൗലിൻ മുഖ്തലിഫ്, നിങ്ങൾ വ്യത്യസ്തമായ വിഭിന്നമായ ഭിന്നതയുള്ള അഭിപ്രായക്കാരായിട്ടാണുള്ളത്. നിങ്ങൾ അങ്ങനെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ടോ യുഫഖു അൻഹു, യാഥാർത്ഥ്യത്തിൽ നിന്ന്, അതിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ യാഥാർത്ഥ്യം, പുനരുത്ഥാനവും വിചാരണയും ഒക്കെ, ആ കാര്യത്തിൽ നിന്ന് നിങ്ങൾ തെറ്റിക്കപ്പെടുകയാണ്. യുഫഖു അൻഹു, അതിൽ നിന്ന് തെറ്റിക്കപ്പെടുകയാണ്. മനുഫിക്ക്, ആരൊക്കെയാണോ തെറ്റിക്കപ്പെടുന്നത് അവരൊക്കെയും അതിൽ നിന്ന് തെറ്റിക്കപ്പെടുകയാണ്. യാഥാർത്ഥ്യത്തിലല്ല അവരെത്തിച്ചേരുന്നത്. അബദ്ധ ജടിലമായ, അടിത്തറയില്ലാത്ത, യാതൊരു ഭദ്രമായ അടിത്തറയുള്ള വിധത്തിലല്ലാത്ത കാര്യങ്ങളിലാണ് നിങ്ങൾ ഈ അഭിപ്രായ ഭിന്നതയിലൂടെ എത്തിപ്പെടുന്നത്. എന്നിട്ട് അള്ളാഹുവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം, വസ്സമാ ഇദാത്തിൽ ഹുബുക്ക് എന്ന് പറഞ്ഞിട്ട്, ആകാശത്തിന് ഇത്ര വിസ്മയകരമായ ആസൂത്രണത്തിലുള്ള സഞ്ചാരപഥങ്ങളുണ്ട്. കാറ്റിന് സഞ്ചാരപഥങ്ങളുണ്ട്, അതുപോലെ മേഘങ്ങൾക്ക് സഞ്ചാരപഥങ്ങളുണ്ട്, അതുപോലെ പിന്നീട് മനുഷ്യൻ അവന്റെ ആവശ്യത്തിന് വേണ്ടി കണ്ടെത്തിയിട്ടുള്ള എയർ ട്രാഫിക്കിനൊക്കെ ആവശ്യമായിട്ടുള്ള സഞ്ചാരപഥങ്ങളുണ്ട്. ഈ കാര്യമാണ് അള്ളാഹു പറയുന്നത്. ഇത് മുൻനിർത്തിക്കൊണ്ട്, ഇതിനെ സൂചിപ്പിച്ച് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നത്, ഇന്നക്കും ലഫി ഖൗലി മുഖ്തലിഫ്, നിങ്ങൾ വളരെ വിഭിന്നമായ, ഭിന്നതയുള്ള അഭിപ്രായക്കാരായിട്ട് തുടരുകയാണ്. എന്നിട്ടോ തെറ്റിക്കപ്പെടുന്നവരൊക്കെയും തെറ്റിക്കപ്പെടുന്നുണ്ട്. അതൊന്നും സത്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു പ്രക്രിയയായിട്ട് നിങ്ങൾക്ക് ഫലപ്രദമാവുന്നില്ല എന്ന് അള്ളാഹു പറഞ്ഞു വെക്കുകയാണ്. ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.